ഉരുൾപൊട്ടലിന്റെ ഓർമ്മയിൽ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞ വയനാട്ടിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുരന്തമുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുന്നതിനിടെയാണ് കുട്ടികളുമായും മുതിർന്നവരുമായും പ്രധാനമന്ത്രി സംവദിച്ചത്. മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയ പ്രധാനമന്ത്രിക്ക് മുന്നിൽ പലരും വിങ്ങിക്കരഞ്ഞു. ചുമലിൽ തട്ടിയും തലയിൽ തലോടിയും പ്രധാനമന്ത്രിയുടെ സാന്ത്വനവും ആശ്വസിപ്പിക്കലും. ദുരിതാശ്വാസ ക്യാമ്പിലെ സന്ദർശനത്തിന് ശേഷം മേപ്പാടിയിലെ വിംസ് ആശുപത്രിയിലും പ്രധാനമന്ത്രി എത്തി. ചികിത്സയിൽ കഴിയുന്നവരെയും മോദി കണ്ട് ആശ്വസിപ്പിച്ചു. ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും വിവരങ്ങൾ തേടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു, ADGP MR അജിത് കുമാർ തുടങ്ങിയവരും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. കൽപ്പറ്റയിൽ നിന്ന് റോഡ് മാർഗം ചൂരൽമലയിലെത്തിയ പ്രധാനമന്ത്രി ദുരന്തഭൂമിയിൽ ഏറെ നേരം ചിലവഴിച്ചു. തുടർന്നാണ് മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയത്. ദുരന്ത സ്ഥലത്തെത്തിയ പ്രധാനമന്ത്രി ആദ്യം തിരക്കിയത് സ്കൂളുകളെക്കുറിച്ചും കുട്ടികളുടെ തുടർ പഠനത്തെക്കുറിച്ചുമായിരുന്നു. വിശദവിവരങ്ങൾ ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണു പ്രധാനമന്ത്രിക്ക് വിവരിച്ചു നൽകി. ഉരുൾപൊട്ടലിൽ തകർന്ന ചൂരൽമല സ്കൂൾ റോഡിലെ വിവിധ പ്രദേശങ്ങൾ പ്രധാനമന്ത്രി നടന്നു തന്നെ സന്ദർശിച്ചു. തുടർന്ന് NDRF SOG ഉദ്യോഗസ്ഥരുമായും സംസാരിച്ചു. ദുരന്തത്തിന്റെ വ്യാപ്തിയും നാടിന്റെ വേദനയും നേരിട്ടറിഞ്ഞാണ് പ്രധാനമന്ത്രി ചൂരൽമലയിൽ നിന്ന് മേപ്പാടിയിലേക്ക് പോയത്. മലയാളം ടെലിവിഷൻ, വയനാട്. ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തേവില്ലും കരുത്തുമായി ഫെയർടെക് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്. ഫെയർടെക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ. ഹൈ ക്വാളിറ്റി GA ഷീറ്റിൽ നിർമ്മിക്കുന്നവ. തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു. ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു. ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല. ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം. ഇനി ഫെയർടെക് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ. സമയവും സമ്പത്തും ലാഭിക്കൂ. ഫെയർടെക് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്.